ഇതേ സമയത്ത് തന്നെ ഇതെല്ലാം നോക്കി കണ്ടിട്ട് കുറച്ച് ദൂരെ ഒരാൾ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. വേറെ ആരായിരുന്നില്ല, നമ്മുടെ ഹീറോയായ ക്രിസ് ആയിരുന്നു അത്. ഇപ്പോ ജാപ്പനീസ് സേനയുടെ ക്യാപ്റ്റൻ മിഷൻ ഗൺ ഇറക്കിയിട്ട് എല്ലാത്തിനും വെടിവെച്ച് പറപ്പിക്കാൻ വേണ്ടി പറയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു ജീപ്പിന്റെ പുറകിൽ വലിയൊരു മിഷൻ ഗൺ എടുത്തിട്ട് ഒരു സൈനികൻ എല്ലാരും വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജാപ്പനീസ് സൈനികർ ഇവരെ തൊട്ട് ബാക്കിലായതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ബാക്കിൽ നിന്ന് തുരുതുരാന്ന് എല്ലാത്തിനും വെടിവെച്ചിട്ട് പരിപ്പാക്കുന്നുണ്ട്. ഒരു 50% ആൾക്കാരെയും അപ്പൊ തന്നെ അവർ വെടിവെച്ച് തീർത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോന്റെ എൻട്രി. അവൻ ജാപ്പനീസ് സൈനികരുടെ ബാക്കിലാണ്. അവൻ പറന്നു വന്നിട്ട് ജാപ്പനീസ് സൈനികരെ ഓരോരുത്തരായിട്ട് വെടിവെച്ച് കൊന്നിട്ട് മുന്നോട്ടേക്ക് കയറി വന്നോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ആ ഒരു ജീപ്പിൽ ഉണ്ടായിരുന്ന വലിയ ആ ഒരു മെഷീൻ ഗണ്ണ് റീലോഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മെഷീൻ ഗണ്ണിലേക്ക് സൈനികരെ ബുള്ളറ്റ് നിറച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് ക്രിസ് അവിടെ എത്തിയിട്ട് ഈ ഒരു സൈനികരെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നിട്ട് അവൻ മുന്നോട്ടേക്ക് ചീറിപ്പാഞ്ഞു പോവാണ്. ക്രിസ് കുതിരപ്പുറത്ത് ഇരുന്നിട്ട് തോക്ക് റീലോഡ് ചെയ്യുന്നത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അവനിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ തോക്ക് ഇങ്ങനെ കറക്കിയിട്ടാണ് റീലോഡ് ചെയ്യുന്നത്. 2-3 സൈനികരെ കൂടെ വെടിവെച്ച് കൊന്നിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടെമ്പോ പോലത്തെ ഒരു വണ്ടിയിൽ ഒരു സൈനികൻ വലിയൊരു മെഷീൻ ഗണ്ണ് എടുത്തിട്ട് വെടിവെക്കുന്നുണ്ട്. അവന്റെ തലയ്ക്ക് നോക്കി ഒരു വെടി കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഗണ്ണിന്റെ കൺട്രോൾ തെറ്റിയിട്ട് തൊട്ട് മുന്നിൽ പോകുന്ന ജപ്പാനീസ് സൈനികരുടെ നേരെ തന്നെ ഈ ഒരു മെഷീൻ ഗണ്ണ് തിരിയാണ്. അതുകൊണ്ട് തന്നെ കുറെ പേര് അതിലും മരിക്കുന്നുണ്ട്. അങ്ങനെ ജപ്പാനീസ് സൈനികർ ഒരു വിധത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വില്ലിനെ നോക്കുകയാണെങ്കിൽ വില്ലി പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബൈക്കിന്റെ പാരലായിട്ട് ഇപ്പൊ വേറൊരു ജീപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു ജീപ്പിൽ നിന്നിട്ടുള്ള ആള് വില്ലിന്റെ ബൈക്കിലേക്ക് ചാടി കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇയാള് വില്ലിന്റെ ബൈക്കിലേക്ക് ചാടി കയറുന്ന അതേ സമയത്ത് തന്നെ വില്ലി ചാടിയിട്ട് ആ ഒരു ജീപ്പിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കും കയറുകയാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ വില്ലി ആ ഒരു ജീപ്പിന്റെ ഫ്രണ്ട് ഭാഗത്തുകൊണ്ട് ഈ ബൈക്കിലേക്ക് ചാടി കയറിയ ആള് ബൈക്കിന്റെ ഫ്രണ്ടിലും ഇരിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ചാടി കയറിയതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അടുത്തുണ്ടായിരുന്ന ഒരു പാറേന്റെ മോൾ പോയി ഇടിച്ചിട്ട് അവൻ തെറിച്ച് വീഴാണ്. ഇതേ സമയത്ത് തന്നെ ഇവർ ജീപ്പ് ഓടിക്കുന്ന ആള് വില്ലിയുടെ മാക്സിമം മറിച്ചിടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വില്ലി ആ ഒരു ഗ്ലാസിന്റെ മോളിൽ കൂടെ ചാടി കിടന്നിട്ട് ജീപ്പിന്റെ ബാക്ക് സീറ്റിൽ വന്ന് ഇരിക്കുന്നുണ്ട്. അവൻ ബാക്ക് സീറ്റിൽ വന്ന് ഇരുന്ന അതേ സമയത്ത് തന്നെ വില്ലിനെ ഇയാൾ തള്ളി വിടുന്നുണ്ട്. അങ്ങനെ വില്ലി തെറിച്ചിട്ട് ഈ ജീപ്പിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് ജീപ്പിന്റെ ബാക്ക് സൈഡിൽ തൂക്കിയിട്ടുണ്ടായിരുന്ന ഒരു കയറിൽ വില്ലിക്ക് പിടുത്തം കിട്ടി. പക്ഷെ ജീപ്പ് ഓടിക്കുന്ന ആൾ വിചാരിച്ചോണ്ടിരുന്നത് വില്ലി തെറിച്ച് പോയെന്നാണ്. അങ്ങനെ കുറെ നേരം ആ ഒരു വള്ളി പിടിച്ചിട്ട് നിലത്ത് കൂടെ കിടന്ന് ഒരഞ്ഞ് വില്ലി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ക്രിസ് കുതിരേന്റെ സ്പീഡ് കൂട്ടിയിട്ട് ജാപ്പനീസ് സൈനികരുടെ ബാക്കിയുണ്ടായിരുന്ന ജാപ്പനീസ് സൈനികരുടെ മുന്നിലേക്ക് പറന്ന് കയറുന്നുണ്ട്. കുറെ ദൂരം എത്തിക്കഴിഞ്ഞപ്പം അവൻ കുതിരേനെ തിരിച്ചിട്ട് ജാപ്പനീസ് സൈനികരുടെ ഓപ്പോസിറ്റ് ആണ്. ഒരാൾ കുറ്റവാളികളെ പിടിച്ചു കൊടുക്കുന്ന ഒരു ബൗണ്ടി ഹണ്ടർ, അയാളെ നമുക്ക് ദി ഗുഡ് എന്ന് വിളിക്കാം. മറ്റൊരാൾ ഒരു കൊള്ള സംഘത്തിന്റെ തലവൻ, അയാളെ ദി ബാഡ് എന്ന് വിളിക്കാം. വിചിത്ര സ്വഭാവമുള്ള മറ്റൊരാൾ കൂടിയുണ്ട്, അവനെ ദി വിയേർഡ് എന്ന് വിളിക്കാം. മരുഭൂമിയിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധി, അതിനു പിന്നാലെ പായുന്ന ഈ മൂവരുടെയും കഥ പറയുന്ന സിനിമയാണ് കിം ജി വോൺ സംവിധാനം ചെയ്ത് 2008 പുറത്തിറങ്ങിയ ദി ഗുഡ്, ദി ബാഡ്, ദി വിയേർഡ്. വളരെയധികം സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ ഒരു മൂവി ചിത്രീകരിച്ചിരിക്കുന്നത്. സമയം കിട്ടുകയാണെങ്കിൽ ഈ ഒരു സിനിമ കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. ഈ ഒരു സിനിമയുടെ മലയാളം എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിനിമ തന്നെ കാണണം എന്ന് നിർബന്ധമുള്ളവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ സിനിമയും സബ് ടൈറ്റിലും അപ്ലോഡ് ചെയ്തേക്കാം. ഇതുപോലുള്ള അടിപൊളി മൂവീസ് കാണാനായിട്ട് ജസ്റ്റ് ഫോളോ ടെയിൽ ഫ്രോഗ്.